പതിയെ വേവിച്ച് തയ്യാറാക്കിയെടുത്തൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മട്ടൺ നല്ലതാണെങ്കിൽ കറി നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ അതാ ഒരു അടികട്ടിയുള്ള ഉരുളി ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7-8 സവാള ഒന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുത്താൻ കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഈ ഒരു സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വരണം. അതിന് ശേഷം മാത്രം ഞാൻ ഇതിലേക്ക് ഇതാ 1 കപ്പോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ ഒരു 8-9 പച്ചമുളക് ചതച്ചെടുത്തതും. പിന്നെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 4 തൊണ്ടൻമുളക് അഡീഷണലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ചതയ്ക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 കിലോ മട്ടനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ബൗൾ നിറച്ച് തന്നെ ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും അടപ്പൊണ്ട് അടച്ചിട്ട് വീണ്ടും ഒരു 5-8 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇതേ ഒരു 2 സവാള ഒന്ന് സ്ലൈസ് ആക്കിയതാണ് കേട്ടോ. അത് നമുക്കിതുപോലൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം കേട്ടോ. ഇതൊന്ന് കുക്കായി വരാനുള്ള വെള്ളമാണ്, തിളച്ച വെള്ളം. ഒരു 2-2.5 കപ്പ് വരെയൊക്കെ ആകാം വെള്ളം. നമുക്ക് ആ കറിയുടെ ഒരു ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരു ഹാഫ് കുക്കൊന്ന് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പകുതി വേവൊന്ന് ആയി വന്നതിന് ശേഷം മാത്രം നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ ചേർക്കരുതായിട്ട് ഇറച്ചി കറിക്കൊന്നും, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെ വലിയ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം നന്നായിട്ട് കുറഞ്ഞ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് കാണും. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെയൊക്കെ ഒരു പാകം നോക്കാം കേട്ടോ. ഉപ്പ് കണക്കാണോ എന്നൊക്കെ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കറിക്ക് ഒന്നും കൂടെ ഒരു മണം ഒന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ശ്രീലങ്കൻ പട്ടയില അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ച് മല്ലിയിലേക്കൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രമ്പ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കാം. നമ്മുടെ ഒരു മട്ടൻ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ അങ്ങനെ അടച്ചൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അത് രമ്പലയും കൂടെ ചേർത്തിട്ട് നല്ല ഫ്ലേവർ കിട്ടും കറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് അടച്ചൊരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടപ്പം തുറക്കുന്ന സമയത്ത് അടിപൊളി മണമാണ്. അതുപോലെ തന്നെ എന്തുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്തെടുക്കാം. കറി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.